ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ വളരെ വിഷമത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാഗർ ഹോസ്പിറ്റലാണ്. എല്ലാ രഹസ്യങ്ങളും പറയാമെന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കാണ്ടായി. അപ്പോഴത്തേനും ഭാഗ്യശ്രീക്ക് നല്ല സംശയമുണ്ട്. ഭാഗ്യശ്രീ പറയുന്നുണ്ട്, നമ്മുടെ ദേവ്ജിയോട് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. ദേവ് സാർ, സാഗർ സാർ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ലൊരു കണ്ണ് വേണം, വേറൊന്നുമല്ല. അത്രയ്ക്കും ക്രൂര മനസ്സുള്ള ഒരാളാണ് എൻ്റെ അമ്മ സുമിത്ര. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലും സാഗർ സാറിൻ്റെ അടുത്ത് എപ്പോഴും ആളുകൾ വേണം. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ സാഗർ സാറിനെ അവസാനിപ്പിക്കാനും നോക്കാൻ മടിക്കാത്തവളാണ് കേട്ടോ എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട് ദേവ്ജി. കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുജു വളരെയധികം വിഷമത്തോടു കൂടി കരയുക കേട്ടോ. സാഗറിൻ്റെ അവസ്ഥകളൊക്കെ അറിയുമ്പോഴത്തേനും ഈ അവസരം മുതലെടുക്കുകയാണ് മാനസ. അങ്ങനെ സുജുവായിട്ട് ഒന്നും കൂടി അഴുകിച്ചേരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സുജുവിനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ സുജുവും അതുപോലെ തന്നെ മാനസയും പരസ്പരം വിഷമം പങ്കിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മാനസയാണെങ്കിലും മഹിയെ കാണുമ്പോൾ ഒന്നുകൂടി സെൻറ്റിമെൻസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, താനാണ് ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നതും അവരുടെ ജീവൻ ആപത്തിലാകുമ്പോൾ രക്ഷിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്തായാലും സാഗറിനെയും സുജുവിനും ഇതോടുകൂടി മനസ്സ് കീഴടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോഴത്തേനും മഹിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, മാനസ ഒരു വിഡ്ഢിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞങ്ങളാരും അങ്ങനെയല്ല എന്നുള്ളതും മാനസം മനസ്സിലാക്കേണ്ട കാര്യമുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മാനസയുടെ പ്ലാനിങ് ഒക്കെ പൊളിയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണി പറയുന്നുണ്ട്, ഗോകുലിനെ വിളിച്ചിട്ട് ഉടനെ സാഗർ സാറിനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് എത്തുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് അവിടുത്തെ ഷീല ചേച്ചിയും അതുപോലെ കേണൽ സാറും വിഷമത്തോടു കൂടി നോക്കുകയാണ്. എന്തായാലും കൃഷും കൺമണിയും അവിടെ നിന്ന് പടിയിറങ്ങാട്ടോ. എന്തായാലും അവരെ തേടിയിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും അവരുടെ പ്രണയം ഇനിയും മുന്നോട്ട് പോവട്ടെ. എല്ലാ പ്രതിസന്ധിയിലും അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നിൽക്കട്ടെ കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.